പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 12-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനം. 12-ാം സങ്കീർത്തനം 2-3 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു, അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. എത്രയോ വലിയ ഒരു സത്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മോട് പറഞ്ഞത്. ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു. പ്രത്യേകിച്ചും പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? തൊട്ടടുത്തുള്ള ഒരു വീട് പോലെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, സ്നേഹത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടം അയൽക്കാർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അയൽക്കാർ പരസ്പരം വീടുകളിൽ പോകാറില്ല. അയൽക്കാർ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുക അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇനി അഥവാ പോകുകയാണെങ്കിലും ഏതെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ മരിച്ച സമയങ്ങളിലോ മരിച്ചടക്ക് ബന്ധപ്പെട്ടോ, അതല്ല എങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിശേഷ പരിപാടികളുള്ളപ്പോഴോ, പള്ളിയിൽ നിന്നുള്ള ഇടവക കൂട്ടായ്മകളൊക്കെ, വാർഡ് കൂട്ടായ്മകളൊക്കെ ഓരോ വീടുകളിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് ഒരയൽവാസി പലപ്പോഴും അയൽവാസികളുടെ വീട്ടിലേക്ക് പോകുന്നത്. അല്ല എങ്കിൽ പള്ളിയിലൊക്കെ വെച്ച് കണ്ടു കഴിയുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചു, വഴിയിൽ വെച്ചൊന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു പരസ്പരം മുഖം തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഒരു കാലഘട്ടം മുമ്പ് അങ്ങനെയല്ലായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും പരസ്പരം സഹകരിച്ച് പോകുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റപ്പെട്ടു പോയി. ഇനി അതേതെങ്കിലും പ്രദേശത്ത് അതങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുടിയേറ്റ മേഖലകളിലായിരിക്കും. ആ കുടിയേറ്റ മേഖലകളിലുള്ള ആൾക്കാരൊക്കെ സ്വയം പര്യാപ്തതയിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിയാൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അയൽവാസികളൊന്നും അവർക്ക് ആവശ്യമില്ല, അയൽബന്ധങ്ങളുടെ ആവശ്യമില്ല. അത്തരത്തിലുള്ളൊരു ജീവിതാവസ്ഥയിലാണ് ഈ കാലഘട്ടത്തിൽ തിരുസഭാ മക്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് നൽകുന്ന വചനത്തിനൊരിക്കലും മാറ്റമില്ല. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നില്ല. ഇത് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതും ശരി തന്നെയാണ്. അയൽവാസിയോട് എല്ലാ സത്യങ്ങളും പറയാൻ പറ്റത്തില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവസാനം പറയുന്ന വ്യക്തിയെ കുഴിയിൽ ചാടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴികളും കെണികളും ഒരുക്കുന്നവരാണെന്ന് പല അയൽവാസികളും. എന്നാൽ നല്ലവരുമുണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നല്ല മനുഷ്യരുണ്ട്, നല്ല അയൽവാസികളായിട്ടുള്ള നല്ല ആൾക്കാർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലാത്തവരുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അയൽവാസിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ സൽപ്പേര് നശിക്കും, ഒരുപക്ഷെ അവൻ്റെ കുടുംബം വരെ നശിച്ചെന്നിരിക്കും. കാരണം പല അയൽവാസികളായിട്ടുള്ള വ്യക്തികൾക്കും വിശ്വസ്തതയില്ല. ദൈവത്തിരുമുമ്പിൽ വിശ്വസ്തതയില്ല. ഒരുപക്ഷെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന വ്യക്തിയാകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയാകാം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയാകാം. പക്ഷേ അയൽക്കാരനോടൊരു കുടുംബത്തിലെ സത്യം പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ TV-യിൽ കൊടുത്താൽ ഒരു പരസ്യമേ കാണുകയുള്ളൂ. അതേസമയം പല പരസ്യങ്ങളായിട്ട് പല മേഖലകളിലായിട്ട് അത് പടർന്നു പന്തലിക്കും എന്നതിനും യാതൊരു സംശയവുമില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഓരോരുത്തരും അയൽക്കാരോട് അസത്യം പറയുന്നു, സത്യം പറയുന്നില്ല എന്ന്.
അതുപോലെ തന്നെ വീണ്ടും പറയട്ടെ, അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. ഇന്ന് മുഖസ്തുതി പറയുന്ന ആൾക്കാരാണെന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ ദേശത്തും ഉള്ള ആൾക്കാർ മുഖസ്തുതി പറയും. ചുമ്മാ ഒന്ന് പറഞ്ഞങ്ങ് പൊക്കി വിട്ടേക്കും. പൊക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുഖസ്തുതി പറയുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖസ്തുതി പറഞ്ഞ ആളെ ഉയർത്തി കഴിഞ്ഞാൽ ആ ആളിൽ നിന്ന് പലതും സ്വന്തമാക്കാമെന്ന ഒരു ധാരണയുള്ളതിൻ്റെ പേരിലും സമൂഹത്തിൽ ആ വ്യക്തിയെ ഒന്ന് ഉയർത്തി പറയാൻ വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാരും മുഖസ്തുതി പറയും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയും, അയ്യോ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് മുഖസ്തുതി പറയും. ഒരുപക്ഷെ അറത്തോണ്ട് ചെന്നാൽ ഉപ്പ് തയ്ക്കാലാത്തവനായിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ചില മുഖസ്തുതിയായിട്ട് പറയും, അയ്യോ ഒത്തിരി ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തി അങ്ങ് പൊങ്ങിപ്പോകും. ഒരുപക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖല കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, എന്നാൽ ഈ മുഖസ്തുതി പറയുന്നവൻ്റെ ഹൃദയത്തിൽ കാപട്യമാണ്. ഏതൊരു വ്യക്തി ഒരു വ്യക്തിയെക്കുറിച്ച് മുഖസ്തുതി പറയുന്നോ അവൻ്റെ ഉള്ളിൽ ഒരു കാപട്യം ഉണ്ടായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരാളുടെ മുഖസ്തുതി കേൾക്കുവാനോ സ്വീകരിക്കുവാനോ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുമാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ പുകഴ്ത്തി മുഖസ്തുതി പറഞ്ഞ് ഹൃദയത്തിൽ കാപട്യവുമായിട്ട് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കും. ആയതിനാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം മാത്രം പറയുന്നു, അയൽക്കാരൻ്റെ മുഖസ്തുതി പറയുന്നു, ആ പറയുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ കാപട്യമാണെന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചത് തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ വേണ്ടി നമുക്കൊരുങ്ങാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നുവെന്നും അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ വചനത്തിൽ അധിഷ്ഠിതമായി തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു വ്യതിയാനം, മാനസാന്തരത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട് അങ്ങയുടെ തിരുവചനമനുസരിച്ച് അയൽക്കാരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട നന്മകൾ ചെയ്യുവാനുമായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.